പൂന്തോട്ടം ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ചെടിയാണല്ലോ പെറ്റൂണിയ. അധികം പരിചരണമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് പൂക്കൾ തരാൻ ഈ ചെടിക്ക് കഴിയും. ഞാൻ സാധാരണ ചെയ്യാറുള്ള കുറച്ച് ലളിതമായ പരിചരണ രീതിയും ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ എൻ്റെ പൂന്തോട്ടത്തിലെ ചെടികളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാകില്ല. അതിന് ഏറ്റവും പറ്റിയ ഒന്നാണ് പെറ്റൂണിയ. നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ചെടികൾ ചിലപ്പോഴൊക്കെ കേടായി പോകാറുണ്ട്. എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്ന് ഒരുപാട് പൂക്കൾ നമുക്ക് നേടിയെടുക്കാം. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ നീല കളർ ഡബിൾ പെറ്റൽ പെറ്റൂണിയ എൻ്റെ നാടൻ വെറൈറ്റി പെറ്റൂണിയാണ്. ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് ചെടികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹൈബ്രിഡ് ചെടിയാണ് വാങ്ങുന്നതെങ്കിൽ നഴ്സറിയിൽ നിന്ന് പോട്ടിലുള്ള ചെടികൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. നാടൻ ചെടിയാണെങ്കിൽ കൊണ്ടുവന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഗാർഡൻ്റെ മണ്ണിൽ കട്ടിങ്സ് വെച്ച് വേര് പിടിപ്പിച്ചെടുക്കണം. നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടി നമ്മുടെ മണ്ണിലേക്ക് റീപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതലും ചെടികൾ നശിച്ചു പോകാറുണ്ട്. മണ്ണിൽ ചേർന്ന മണ്ണെടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായി വെള്ളം വാർന്നു പോകാൻ അത് സഹായിക്കും. ഒരിക്കലും വളം ചേർന്ന മണ്ണിൽ നടരുത്. വേര് പിടിച്ചതിന് ശേഷം ചെടി വലുതായി കഴിയുമ്പോൾ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ചെടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. ചെടി നനയ്ക്കുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരിക്കൽ നനച്ച ഈർപ്പമുള്ളപ്പോൾ വീണ്ടും നനയ്ക്കുന്നത് ചെടിക്ക് ദോഷം ചെയ്യും. പെറ്റൂണിയയുടെ വേര് വളരെ സെൻസിറ്റീവാണ്. ഈർപ്പം കൂടുതൽ സമയം നിൽക്കുന്നത് ഫംഗസ് ബാധ ഉണ്ടാകാൻ കാരണമാവും. അതേപോലെ തന്നെ നനയ്ക്കുമ്പോൾ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കുക. ഇലകളിലോ തണ്ടുകളിലോ വീഴാതെ ശ്രദ്ധിക്കണം. അതും ചെടി ചീഞ്ഞു പോകാനായിട്ട് കാരണമാവും. പെറ്റൂണിയ ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് നല്ല വെയിലാണ്. ചെടികൾ എപ്പോഴും പുതിയ പൂക്കൾ വരാൻ വിരിഞ്ഞു കൊഴിയാറായി നിൽക്കുന്ന പൂക്കൾ കട്ട് ചെയ്തു കളയണം. പെറ്റൂണിയ ചെടികൾക്ക് മഴ ഒട്ടും താങ്ങാൻ കഴിയില്ല. മഴ കൊണ്ട് ചെടികൾ പെട്ടെന്ന് തന്നെ ഫംഗസ് ബാധ ഉണ്ടാകും. മഴ സമയങ്ങളിൽ ചെടി സൺഷെയ്ഡിലോ മറ്റോ മാറ്റി വെക്കണം. പെറ്റൂണിയ ചെടി വളർത്തുമ്പോൾ കയ്യിൽ കരുതേണ്ട ഒന്നാണ് സാഫ്. ഇത് ആഴ്ചയിൽ സ്പ്രേ ചെയ്യുന്നത് ഫംഗസ് ബാധ വരാതെ ചെടിയെ സംരക്ഷിക്കും. ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലും ചട്ടികളിലും വളർത്താൻ ഏറ്റവും മികച്ചതാണ് പെറ്റൂണിയ. പെറ്റൂണിയ ചെടികൾക്ക് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ താഴ്ച കുറവുള്ള പരന്ന പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. പെറ്റൂണിയയുടെ വേരുകൾ താഴേക്ക് അധികം വളരാറില്ല. ഇതേപോലുള്ള നാടൻ വെറൈറ്റികൾ കട്ടിങ്സ് വെച്ച് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. പെറ്റൂണിയയിൽ തന്നെ ഗ്രാൻഡിഫ്ലോറ, മൾട്ടിഫ്ലോറ, വേവ് എന്നിങ്ങനെ പലതരമുണ്ട്. റെയർ ആയിട്ടുള്ള വയലറ്റ്, ബ്ലൂ, ഡബിൾ പെറ്റൽ പെറ്റൂണിയാസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ബ്ലൂ വളരെ റെയറാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് നാടനാണ്. കട്ടിങ്സ് വെച്ച് വളർത്താം. നീല കളറിലുള്ള പൂക്കൾ വളരെ റെയറാണല്ലേ. അതേപോലെ നീല കളറിലുള്ള പൂക്കൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. നാടൻ പെറ്റൂണിയാസിൽ കട്ടിങ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അധികം മൂക്കാത്ത ഇളം തണ്ടുകൾ വേണം. കട്ടിങ്സ് നടുമ്പോൾ ഇതേപോലുള്ള ചെറിയ പോട്ടുകളിൽ നട്ട് വേര് പിടിച്ചതിന് ശേഷം മാറ്റി നടാം. പണ്ട് തൊട്ടേ കാണുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഈ പിങ്ക് കളറിലുള്ള പെറ്റൂണിയ. ഇത് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ഈ പെറ്റൂണിയ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല. കുറേ പോട്ടുകളിൽ നിരത്തി നട്ട് വളർത്തുന്നത് ഗാർഡൻ ഒരു പ്രത്യേക ഭംഗി നൽകും. ചെടി വളർന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ കമ്പുകൾ നീണ്ട് ഇലകൾ കുറഞ്ഞ് ഭംഗി നഷ്ടപ്പെടാറുണ്ട്. ചെടിയുടെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ പകുതി വെച്ച് കമ്പുകൾ മുറിച്ച് മാറ്റാം. മുറിച്ച് മാറ്റിയ കട്ടിങ്സ് വെച്ച് വീണ്ടും നമുക്ക് ചെടികളൊക്കെ വളർത്തിയെടുക്കാം. ചട്ടിയിൽ മണ്ണ് നിറക്കുന്നതിന് മുമ്പ് അടിയിൽ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളോ മെറ്റലോ ഇട്ട് ഡ്രെയിനേജ് കറക്റ്റ് ആക്കണം. പെറ്റൂണിയ പോട്ടുകളിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. പോട്ട് ഹാങ് ചെയ്തിടുന്നതോ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കുന്നതോ ആയിരിക്കും ചെടി ലാസ്റ്റ് ചെയ്യാൻ കൂടുതൽ നല്ലത്. പെറ്റൂണിയ ചെടികൾ കട്ടിങ്സ് കൂടാതെ വിത്തിട്ടും നമുക്ക് മുളപ്പിക്കാം. ഇതേപോലുള്ള നാടൻ വെറൈറ്റികളിലും ചില ഹൈബ്രിഡ് വെറൈറ്റികളിലും വിത്തുണ്ടാകാറുണ്ട്. മൺതരിയോളം വലിപ്പമുള്ള ചെറിയ വിത്തുകളാണ് പെറ്റൂണിയ ചെടികളിൽ കാണാറുള്ളത്. അത് ശ്രദ്ധയോടെ കൂടി മൂക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുത്ത് നമ്മളത് പാകി കൊടുക്കണം. പാകി കൊടുക്കുമ്പോൾ മണൽ ചേർന്ന മണ്ണിൽ വേണം പാകി കൊടുക്കാനായിട്ട്. ഇത് മുളച്ചു വരുമ്പോൾ സ്പ്രെയർ ഉപയോഗിച്ചിട്ട് മാത്രം ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് നനയ്ക്കാനായിട്ട് പാടുള്ളൂ. പെറ്റൂണിയ ചെടി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതേപോലുള്ള ഉണങ്ങിയ പൂക്കളും ഡ്രൈ ലീവ്സും ഒക്കെ മാറ്റി കൊടുക്കുന്നത്. ഇതുവഴി ഫംഗസ് ബാധ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. പെറ്റൂണിയ പൂക്കളുടെ ആകർഷകമായ നിറങ്ങൾ പൂമ്പാറ്റകളെയും കുരുവികളെയും പൂന്തോട്ടത്തിലേക്ക് ആകർഷിക്കും. ഇത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ്റെ പഴച്ചെടികളിലും പച്ചക്കറി ചെടികളിലും ഒക്കെ പരാഗണം നടക്കാനായിട്ട് സഹായിക്കും. പെറ്റൂണിയ മാത്രമായും ഇതേപോലെ മറ്റു പൂക്കളുടെ കൂടെയും നമുക്ക് വെക്കാം. ഞാൻ എൻ്റെ പൂച്ചെടികളൊക്കെ ഇതേപോലെ സ്റ്റാൻഡുകളിലാണ് വെച്ചിട്ടുള്ളത്. അതുവഴി നമുക്ക് സ്ഥലം ലാഭിക്കാം. പൂക്കളുടെ ഭംഗി നന്നായി ആസ്വദിക്കാനും സാധിക്കും. പെറ്റൂണിയാസ് ഇതേപോലെ വളർന്ന് താഴേക്ക് ഹാങ് ചെയ്താണ് കിടക്കാറ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ചെടിയുടെ ഭംഗി ഒട്ടും കുറയില്ല. നമ്മുടെ ഗാർഡനിലെ
പെറ്റൂണിയ ഉൾപ്പെടെയുള്ള പൂച്ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു NPK ഫെർട്ടിലൈസറാണ് ചായപ്പൊടി, ഉള്ളിത്തൊലി, പഴത്തൊലി എന്നിവ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച വെള്ളം. ഇത് നമ്മുടെ പെറ്റൂണിയ ചെടികൾക്ക് നല്ലപോലെ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. പെറ്റൂണിയ ചെടികൾ നാടനാണോ ഹൈബ്രിഡ് ആണോ എന്ന് നമുക്ക് ഇലകൾ നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. നാടൻ ഇലകൾക്ക് അപ്പോൾ ഉരുണ്ട ഒരു ഷേപ്പായിരിക്കും. ഹൈബ്രിഡ് ആണെങ്കിൽ നീണ്ടിട്ട് ഒരു കേർലി ഷേപ്പിൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ പെറ്റൂണിയ ചെടികൾക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുമ്പോൾ കിട്ടുന്ന പൂക്കൾക്ക് അതേ നിറം തന്നെ ലഭിക്കില്ല, വേറെ കളറിലായിരിക്കും. ഇപ്പോൾ പിങ്ക് കളറിലുള്ള പെറ്റൂണിയാണ് നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്നതെങ്കിൽ മുളച്ച് വരുമ്പോൾ അതിലുണ്ടാകുന്ന പൂക്കൾ വെള്ള കളറിലോ മറ്റ് കളറിലോ ഒക്കെ ആയിട്ട് വരും. ഡബിൾ കളറിൽ പെറ്റൂണിയസ് വേണമെങ്കിൽ ഇതേപോലുള്ള നാടൻ സിംഗിൾ പെറ്റൽ പെറ്റൂണിയസിൽ പല കളറിലുള്ള പെറ്റൂണിയസ് തമ്മിൽ ഇപ്പോൾ ഒരു വെള്ളയും റോസും ഉണ്ടെങ്കിൽ അതിൻ്റെ പൂമ്പൊടികൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന വിത്തിൽ നമുക്ക് ഡബിൾ കളറിലുള്ള പെറ്റൂണിയസ് കിട്ടും. അപ്പോൾ അത് ഞാൻ തുടക്കത്തിൽ 1-2 ഫോട്ടോ കാണിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള. അത് ഇതേപോലെ മിക്സ്ഡായിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ പെറ്റൂണിയസ് വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നല്ലപോലെയൊക്കെ ശ്രദ്ധിച്ച് വളർത്തിയെടുത്താൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ മെക്സിക്കൻ പെറ്റൂണിയസും ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് വളർത്താം. ഈ കാണുന്ന വയലറ്റ്, വൈറ്റ്, പിങ്ക് ഇങ്ങനെ 3 കളറിലാണ് മെക്സിക്കൻ പെറ്റൂണിയസ് ഉള്ളത്. ത്രെഡിൽ നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റാൻഡിൽ വെക്കാം. എൻ്റെ ഗാർഡനിൽ കൂടുതലും പൂക്കൾ പിങ്കും ബ്ലൂവും ആണ്. ഇപ്പം ബ്ലൂ കളറിലുള്ള ഈ ഡെയ്സി അത് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി. ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് വെക്കാൻ പറ്റിയ നല്ല ചെടികളാണ്. ഈ ഹൈഡ്രാഞ്ചിയയും എൻ്റെ കയ്യിൽ 2 കളറാണുള്ളത്, ഒന്ന് പിങ്കും ഒന്ന് ബ്ലൂവും. പെറ്റൂണിയ ചെടികൾ നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പെറ്റൂണിയ ചെടിയെക്കുറിച്ചിട്ട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയട്ടെ. ചെടി കുറച്ച് വലുതായി കഴിയുമ്പോൾ അതിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ശാഖകളായിട്ട് ചെടി വളർന്നു വരും. വന്ന ശാഖകളുടെ ഒക്കെ തലപ്പ് കട്ട് ചെയ്ത് വീണ്ടും കൊടുക്കണം. അപ്പോൾ ചെടി നന്നായി ബുഷിയായിട്ട് വളർന്ന് നിറയെ പൂക്കൾ വരും. ഇപ്പോൾ പെറ്റൂണിയ ചെടികളെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ കാണുന്നത് 3 കളറിലുള്ള എൻ്റെ ജെറബറ പ്ലാന്റ് ആണ്. ഇത് നാടൻ വെറൈറ്റിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ പലതരം ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പൂക്കൾ വരുമ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ പുതിയ ആൾക്കാരിലേക്ക് വീഡിയോ എത്തൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.